കാര്യങ്ങളും റബ്ബിൽ നിന്നാണെന്നുള്ള വിശ്വാസം ജനങ്ങളിലേക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. റബ്ബ് നമ്മളെ പരീക്ഷിക്കുകയാണ് എന്നുള്ളൊരു ബോധമില്ലാതെ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വരുമ്പോഴത്തേക്ക് ചാടി വണ്ടിക്കൊണ്ട് ഇവിടൊക്കെയാ തങ്ങന്മാരുള്ളത്, ഇവിടൊക്കെയാ സയ്യിദന്മാരുള്ളത്, ഇവിടൊക്കെയാ സാദാത്യങ്ങളുള്ളത്, ഇവിടൊക്കെയാ അസ്മാഇന്റെ പണിയെടുക്കുന്നത്, ഇവിടേക്കെല്ലാം വണ്ടി പോകും. ഞാനാ പണിയെടുക്കുന്ന ആളാണ്. പക്ഷെ എങ്കിൽ പോലും ഞാനത് പറയാതിരിക്കാൻ. എന്നാ എനിക്ക് റബ്ബ് തരുന്നൊന്നും റബ്ബ് കുറവാക്കൂല. അവൻ കരുതിയത് എന്താണോ അത് എനിക്ക് തരുകയും ചെയ്യും. റബ്ബ് കരുതിയത് എന്താണോ അത് എനിക്ക് തരുകയും ചെയ്യും. ഇപ്പൊ 2-3 ദിവസങ്ങളായിക്കൊണ്ട് സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് സിഎം വലിയുള്ളാഹി തആലക്കെതിരെയുള്ളതായിരിക്കുന്ന കറാമത്തുകൾ പറഞ്ഞുകൊണ്ട്, സിഎം വലിയുള്ളാഹി തആല കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് പൊന്നുമക്കളെ ഏറ്റവും വലിയ കറാമത്തിന്റെ ഉടമയാരാണെന്നറിയോ? ഏറ്റവും വലിയ കറാമത്തിന്റെ ഉടമയാരാണെന്നറിയോ? അത് നമ്മുടെ ത്വാഹ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ത്വാഹ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും വലിയതായിരിക്കുന്ന ഔലിയയും ഏറ്റവും വലിയതായിരിക്കുന്ന നല്ല ആളും ഏറ്റവും വലിയ കാര്യങ്ങൾ ത്വാഹ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളുടെ മക്കളുടെ അടുത്ത് പോയിട്ട് മാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു വിഷയം ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ സിഎം വലിയുള്ളാഹി തആല എന്ന് പറയുന്ന ആ മഹാനിക്ക്, കിടക്കുന്ന മഹാനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് കഴിവുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ഇല്ലേ? കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇല്ലാത്ത കറാമത്തുകൾ സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് അതിന്റെ പേരിൽ പല പെണ്ണുങ്ങളും വീട്ടിലെ പ്രസവത്തിനായി കൊണ്ടുപോയിട്ട് അവിടെ നിന്നുകൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. പൊന്നുമക്കളെ, വിശ്വാസമാകാമെന്ന വിശ്വാസം പാടില്ല, വിശ്വാസമാകാമെന്ന വിശ്വാസം പാടില്ല. റബ്ബിൽ തവക്കുലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റബ്ബിൽ തവക്കുലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? حسبي الله ونعم الوكيل نعم المولى ونعم النصير. റബ്ബിൽ തവക്കുലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മേൽ അതിനെ ഭരമേൽപ്പിക്കുക. അതിന്റെ കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിങ്ങൾ ഭരമേൽപ്പിക്കുക. റബ്ബേ, അതിനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. മനസ്സിലായോ? മുന്നിൽ കുറച്ച് മാവും മൈദയും കൊടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മൈദ കൊടുത്തു വെച്ചിട്ടുണ്ട്. പടച്ചോനെ, നിന്നിൽ ഇത് പൊറാട്ടയാക്കല്ലേ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു. ഒരാൾ പറയാണ്, പടച്ചോനെ ഇതിനെ പൊറാട്ടയാക്കല്ലേ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാലും കയറ്റി വെച്ചാണ് ഇങ്ങനെ കുത്തിയിരുന്നു കഴിഞ്ഞാല് അത് പൊറാട്ടയാവോ? അത് പൊറാട്ടയാവോ? പടച്ചോ പൊറാട്ടയാക്കി തരുമോ? എടോ, നിന്റെ അധ്വാനം കൂടി വേണം, നിന്റെ അധ്വാനം കൂടി വേണം. മനസ്സിലായോ? അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൈദ കൊടുത്തു വെച്ചിട്ട് പൊറാട്ടയാക്കില്ല തവക്കുലാക്കിയിരിക്കുന്നു എന്ന് പറയലല്ല തവക്കുല്, എന്ന് പറയലല്ല തവക്കുല്. ഏത് പ്രതിസന്ധി വരികയാണെങ്കിലും, ഏത് പ്രയാസങ്ങൾ വരികയാണെങ്കിലും റബ്ബേ റബ്ബിനോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തില് റബ്ബേ നിങ്ങൾ തവക്കുലാക്കിയിരിക്കുന്നു. റബ്ബേ, ഞാൻ ഈ കാര്യത്തിന് വേണ്ടി കൊണ്ടിറങ്ങുകയാണ്. റബ്ബേ, അല്ലാഹുവേ, അല്ലാഹുവേ, ആ കാര്യത്തിലുള്ളതായിരിക്കുന്ന ഖൈറിനെ നീ മുന്നിൽ കൊണ്ടുവന്ന് തരണേ അല്ലാഹ് എന്ന് പറയലാണടാ തവക്കുല, എന്ന് പറയലാണടാ തവക്കുല. അല്ലാഹുവേ, 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 നിന്റെ പേരും പറഞ്ഞുകൊണ്ട് നിന്റെ ഔലിയാക്കന്മാരുടെ പേരും പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇന്ന് പേക്കൂത്തുകൾ കാണിക്കുന്നത് ആരൊക്കെയാണോ റബ്ബേ, നിന്റെ കോടതിയിലെത്തുമ്പോൾ അവരനുഭവിക്കേണ്ടി വരുന്ന വേദന പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി. തന്റെ ആയുധൽ വലത് എന്ന് പറയപ്പെടുന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അശദ്ദുൽ അദാബി യൗമൽ ഖിയാമത്തി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കൊണ്ട് പറയുകയാ, അശദ്ദുൽ അദാബി യൗമൽ ഖിയാമത്തി ആലിമുൻ ലാ യൻഫഉഹു അല്ലാഹു ബിഇൽമിഹി. ചെറിയൊരു വിഷയങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ വലിയൊരു മൂല്യരായി, ഞാൻ വലിയ പണ്ഡിതനായി എന്ന് പറഞ്ഞുകൊണ്ട് കാലും കയറ്റി വെച്ചുകൊണ്ട് വലിയ തലപ്പാവും ധരിച്ചുകൊണ്ട് ഒരു ഭാഗത്തിരിക്കാൻ ആർക്കും ഒരു പണിയുമില്ല. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ചെറിയ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് എനിക്കെല്ലാം തഹസീലായിട്ടുണ്ട്, എനിക്കെല്ലാം പഠിച്ചു പോയിട്ടുണ്ട്, എന്നെ കവച്ചു വെക്കാൻ വേറെ ആരുമില്ല. ഏത് വിഷയം